ഉസ്താദ് ഹൈദ്രോസ് മുസ്ലിയാർ നബറല്ലാഹു മറക്കദഹു ഉസ്താദ് പറഞ്ഞു, ഇബ്തിദായി മദ്രസ കഴിഞ്ഞിട്ട് 5 കൊല്ലം മദ്രസയിൽ പഠിച്ച കുട്ടികളെയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ബഷീർ മുസ്ലിയാർ നബറല്ലാഹു മറക്കദഹു മൂപ്പരയിൽ ഇടപെടുകയാണ്. 5ാം ക്ലാസ് പൂർത്തിയാക്കിയ കുട്ടിക്ക് 10 വയസ്സായിട്ടുണ്ടാവും. 10-10.5 വയസ്സായ കുട്ടികൾ ബെഡിൽ മൂത്രമൊഴിക്കും എന്നാണ് ഉസ്താദ് ഇസ്തിദ്റാക്ക് ചെയ്യുന്നത്, അഥവാ ഇടങ്കോലിടുക പഴയ ഭാഷയിൽ പറയും. അപ്പോൾ ഹൈദ്രോസ് ഉസ്താദിൻ്റെ പ്രതികരണം, മൂത്രമൊഴിച്ചാൽ കഴുകി നന്നാക്കണം എന്നല്ലേ ഉള്ളൂ, മൂത്രമൊഴിച്ച പ്രശ്നമില്ലല്ലോ. സഹായകമായി ബാപ്പുട്ടിയേജ് ഇതിൻ്റെ ഒക്കെ പോയിന്റുകൾ കുറിച്ച് വെക്കും. അദ്ദേഹം സിഗരറ്റ് വലിച്ചിരുന്ന ആളാണ്. സിഗരറ്റ് ശൂന്യമായാൽ പിന്നെ പെട്ടി അദ്ദേഹം 2ആയിട്ട് ചീന്തിട്ട് ചെറിയ പീസാക്കിയിട്ട് പോക്കറ്റിൽ സൂക്ഷിക്കും. യോഗം കൂടുമ്പോൾ അതിൻ്റെ സിഗരറ്റ് പാക്കറ്റിൻ്റെ 1, 2, 3 ഒക്കെ പീസുകൾ പുറത്തെടുത്തിട്ട് അതിലിങ്ങനെ നോക്കിയിട്ടാണ് പോയിന്റ് പറയാം. കുറിച്ച് വെച്ചിട്ടുണ്ടാകും അദ്ദേഹം, ഇന്ന പോയിന്റ്, ഇന്ന വിഷയം ചർച്ച ചെയ്യണം, ആ ചർച്ച ഏത് വഴിക്ക് നീക്കണം എന്നുള്ള സൂചനകളും ചിലപ്പോൾ അതിലുണ്ടാകും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകും. ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ അതിൽ ചർച്ചയിൽ വ്യാപൃതരാകും. അങ്ങനെയൊക്കെയാണ് അത് മുന്നോട്ട് പോകുന്നത്. ദാറുൽ റിസീവർമാരില്ല, ഇന്നുവരെ ഉണ്ടായിട്ടുമില്ല. ഒരു റിസീവർക്ക് ഒരു 10 റുപ്യ 25 റുപ്യ കമ്മീഷൻ കൊടുത്ത ചരിത്രം ദാറുൽ ഇല്ല. മറ്റു പല സ്ഥാപനങ്ങളും നടക്കുന്നത് റിസീവർമാരെ കൊണ്ടാണ്. റിസീവർമാർ ഒന്നായി രാജിവെച്ച് പോയാൽ അവിടെ സ്ഥാപനം പൂട്ടേണ്ടി വരും. പല സ്ഥാപനങ്ങളുടെ അവസ്ഥ അതാണ്. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ദാറുൽ ഈ 40 കൊല്ലം നടന്നു വന്നത് ഈ തവക്കുലിൻ്റെ ബലമാണ്. അപ്പോൾ ഇതിലിങ്ങനെ ഈ അസഹനീയത തോന്നിയ വടക്കുന്ന് വന്നൊരു ഉസ്താദ്, എന്താ ഉസ്താദ് ഇത്ര വലിയ വാശി അതിൽ? മുത്തുനബിൻ്റെ പള്ളിയിൽ ഓതിയപ്പോൾ അബൂ ഹുറൈറയ്ക്ക് എത്ര വയസ്സായിരുന്നു എന്ന് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, അബൂ ഹുറൈറയ്ക്ക് വയസ്സ് കുറേ ആയിരുന്നു, പക്ഷേ മുത്തുനബിൻ്റെ പള്ളിയിൽ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യണതിന്, രജിസ്റ്റർ ചെയ്യണതിന് പ്രായപരിധി ഉണ്ടായിരുന്നില്ല. ഇവിടെ പ്രായപരിധി ഉണ്ട്, അതുകൊണ്ട് ഇവിടെ അതനുസരിച്ച് നടക്കുള്ളൂ എന്ന് പറഞ്ഞു. ദാറുൽ ഹുദയുടെ ഈ വ്യവസ്ഥാപിതമായ രീതി എന്ന് പറഞ്ഞാൽ അത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 5-10 ദിവസം കൊണ്ടോ ഒന്നും രൂപപ്പെട്ടു വന്നതല്ല. നേതാക്കന്മാർ നീണ്ട കാലം അതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടത്തി വരികയായിരുന്നു. ചെറിയ ഒരു മൈന്യൂട്ടായ വിഷയമാണെങ്കിലും അത് നീണ്ട നേരം അല്ലെങ്കിൽ നീണ്ട നാളുകൾ ചർച്ചയ്ക്ക് വിധേയമാണ്. ഉദാഹരണമായി ദാറുൽ ഹുദയിൽ ഏത് സ്റ്റേജ് മുതലാണ് തുടങ്ങേണ്ടത് എന്ന ചർച്ച, അതൊരു കൗതുകമുള്ള ചർച്ചയും കൂടിയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം എത്ര കൊല്ലം നിർവഹിച്ച കുട്ടികളെയാണ് അഡ്മിറ്റ് ചെയ്യേണ്ടതെന്നായിരുന്നു ചർച്ച. അപ്പോൾ ഉസ്താദ് ഹൈദ്രോസ് മുസ്ലിയാർ നബറല്ലാഹു മറക്കദഹു ഉസ്താദ് പറഞ്ഞു, ഇബ്തിദായി മദ്രസ കഴിഞ്ഞിട്ട് 5 കൊല്ലം മദ്രസയിൽ പഠിച്ച കുട്ടികളെയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ബഷീർ മുസ്ലിയാർ നബറല്ലാഹു മറക്കദഹു മൂപ്പരയിൽ ഇടപെടുകയാണ്. 5ാം ക്ലാസ് പൂർത്തിയാക്കിയ കുട്ടിക്ക് 10 വയസ്സായിട്ടുണ്ടാവും. 10-10.5 വയസ്സായ കുട്ടികൾ ബെഡിൽ മൂത്രമൊഴിക്കും എന്നാണ് ഉസ്താദ് ഇസ്തിദ്റാക്ക് ചെയ്യുന്നത്, അഥവാ ഇടങ്കോലിടുക പഴയ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പോൾ ഹൈദ്രോസ് ഉസ്താദിൻ്റെ പ്രതികരണം, മൂത്രമൊഴിച്ചാൽ കഴുകി നന്നാക്കണം എന്നല്ലേ ഉള്ളൂ, മൂത്രമൊഴിച്ച പ്രശ്നമില്ലല്ലോ. ഏതാണെങ്കിലും അതുപോലുള്ള വിഷയങ്ങളിലൊക്കെ അങ്ങനെ നീണ്ട ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നടന്നതിന് ശേഷമാണ് ഓരോ കാര്യവും തീരുമാനിക്കപ്പെടുക. അങ്ങനെ ഹൈദ്രോസ് ഉസ്താദ് പറഞ്ഞാൽ 5ാം ക്ലാസ്സിന് തീരുമാനിച്ചു. പിന്നെ ഉസ്താദിന് വേറെ കാരണം പറഞ്ഞാൽ 7ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ ചേർക്കുകയാണെങ്കിൽ അവർ 10-14 സിനിമ കണ്ടിട്ടുണ്ടാവുന്ന അന്നത്തെ സ്കെയിലാണ്. 5ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിയും 7ാം ക്ലാസ്, ബഷീർ ഉസ്താദിൻ്റെ വാദം 7ാം ക്ലാസ് കഴിഞ്ഞാൽ ചേർക്കുകയാണ്. അപ്പോൾ ഹൈദ്രോസ് ഉസ്താദ് പറഞ്ഞാൽ അവർ 10-14 സിനിമ കണ്ടിട്ടുണ്ടാവും. 5ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ചേർക്കുകയാണെങ്കിൽ അവർ സിനിമ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ ആ ഫിത്രത്തിൽ, ശുദ്ധമായ ഫിത്രത്തിൽ നമുക്ക് പണി തുടങ്ങാൻ കഴിയുന്നതാണ്. അങ്ങനെയാണ് അത് തീരുമാനിക്കപ്പെട്ടത്. ഉദാഹരണം, ഇതിന് സഹായകമായി ബാപ്പുട്ടിയേജ് ഇതിൻ്റെ ഒക്കെ പോയിന്റുകൾ കുറിച്ച് വെക്കും. അദ്ദേഹം സിഗരറ്റ് വലിച്ചിരുന്ന ആളാണ്. സിഗരറ്റ് ശൂന്യമായാൽ പിന്നെ പെട്ടി അദ്ദേഹം 2ആയിട്ട് ചീന്തിട്ട് ചെറിയ പീസാക്കിയിട്ട് പോക്കറ്റിൽ സൂക്ഷിക്കും. യോഗം കൂടുമ്പോൾ അതിൻ്റെ സിഗരറ്റ് പാക്കറ്റിൻ്റെ 1, 2, 3 ഒക്കെ പീസുകൾ പുറത്തെടുത്തിട്ട് അതിലിങ്ങനെ നോക്കിയിട്ടാണ് പോയിന്റ് പറയാം. കുറിച്ച് വെച്ചിട്ടുണ്ടാകും അദ്ദേഹം, ഇന്ന പോയിന്റ്, ഇന്ന വിഷയം ചർച്ച ചെയ്യണം, ആ ചർച്ച ഏത് വഴിക്ക് നീക്കണം എന്നുള്ള സൂചനകളും ചിലപ്പോൾ അതിലുണ്ടാകും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകും. ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ അതിൽ ചർച്ചയിൽ വ്യാപൃതരാകും. അങ്ങനെയൊക്കെയാണ് അത് മുന്നോട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് അവർ പൂർണ്ണമായും അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചു കൊണ്ട് തുടങ്ങിയതായതുകൊണ്ട് അവർക്ക് ഇതിൽ ആശങ്ക ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ ഒമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, അവൻ അള്ളാഹു മാത്രം മതി നടക്കും. ഒമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി, ആ കാര്യങ്ങൾ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തും, അള്ളാഹു അവിടെ എത്തിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു നിർണയം, അതിലാണ് അവർ വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കണക്കൂട്ടുന്ന ബാപ്പുട്ടിയേജിക്ക് അറിയാം, ഈ ഓരോ കൊല്ലം കഴിയുമ്പോൾ കുട്ടികളിങ്ങനെ 80 വർദ്ധിച്ച് വരുമ്പോൾ എങ്ങനെ അവർക്ക് ചിലവ് കൊടുക്കുക, വരുമാനം ഒന്നുമില്ലല്ലോ. അത് വിഷയമാക്കിയില്ല. അത് അള്ളാഹു തആല അപ്പോൾ അതിനൊരു വഴി തുറന്നു തരും. അത് പൂർണ്ണമായി വിശ്വസിച്ചു. അത് അള്ളാഹു സാക്ഷാത്കരിച്ചു. ഇന്ന് ദാറുൽ ഹുദ ഒരു മാസം നടക്കണമെങ്കിൽ 2.5 കോടി ഉറുപ്പ്യ വേണം.
2,50,00,000 വേണം. എവിടുന്നാണ് കിട്ടണത്? ആളുകൾ തരുന്നു, സമുദായം തരുന്നു. ദീനിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും എൽമിൻ്റെയും ഒക്കെ മഹത്വം മനസ്സിലാക്കിയ ഉദാരമനസ്കരായ ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് തരാണ്. റിസീവർമാരില്ല. ദാറുൽ റിസീവർമാരില്ല, ഇന്ന് വരെ ഉണ്ടായിട്ടുമില്ല. ഒരു റിസീവർക്ക് ഒരു 10 റുപ്യ 25 റുപ്യ കമ്മീഷൻ കൊടുത്ത ചരിത്രം ദാറുൽ ഇല്ല. മറ്റു പല സ്ഥാപനങ്ങളും നടക്കുന്നത് റിസീവർമാരെ കൊണ്ടാണ്. റിസീവർമാർ ഒന്നായി രാജിവെച്ച് പോയാൽ അവിടെ സ്ഥാപനം പൂട്ടേണ്ടി വരും. പല സ്ഥാപനങ്ങളുടെ അവസ്ഥ അതാണ്. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ദാറുൽ ഈ 40 കൊല്ലം നടന്നു വന്നത് ഈ തവക്കുലിൻ്റെ ബലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആരെയും ഭയക്കാതെ അവരുടെ കാഴ്ചപ്പാടനുസരിച്ച്, അവരുടെ ദീർഘദൃഷ്ടി അനുസരിച്ച്, അവരുടെ ദൂരക്കാഴ്ച അനുസരിച്ച് ദീർഘദൃക്കുകളായിരുന്ന അവർ പദ്ധതികൾ ആവിഷ്കരിച്ചു. അത് അള്ളാഹു വിജയിപ്പിച്ചു. 11.5 വയസ്സ് എന്ന് കൃത്യമായി നിശ്ചയിച്ചു. ഒരു ദിവസം അധികം ഉണ്ടായാൽ ആ കുട്ടീനെ മാറ്റും. 11 വയസ്സും ഒരു ദിവസവും ഒരു കുട്ടിക്ക് പ്രായമായിട്ടുണ്ട് രേഖകളിലൂടെയെങ്കിൽ ആ കുട്ടിയെ മാറ്റി വെക്കും. എന്നാൽ അവനവിടെ പരിഗണിക്കുകയില്ല, അഡ്മിഷൻ ടെസ്റ്റിന് വിളിക്കൂല. അപ്പോൾ ഇതിലിങ്ങനെ ഈ അസഹനീയത തോന്നിയ ഒരു ഉസ്താദ്, വടക്കുന്ന് വന്നൊരു ഉസ്താദ് ചോദിച്ചു, എന്താ ഉസ്താദ് ഇത്ര വലിയ വാശി അതിൽ? മുത്തുനബിൻ്റെ പള്ളിയിൽ ഓതിയപ്പോൾ അബൂ ഹുറൈറയ്ക്ക് എത്ര വയസ്സായിരുന്നു എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു അബൂ ഹുറൈറയ്ക്ക് വയസ്സ് കുറേ ആയിരുന്നു, പക്ഷേ മുത്തുനബിൻ്റെ പള്ളിയിൽ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യണതിന്, രജിസ്റ്റർ ചെയ്യണതിന് പ്രായപരിധി ഉണ്ടായിരുന്നില്ല. ഇവിടെ പ്രായപരിധി ഉണ്ട്, അതുകൊണ്ട് ഇവിടെ അതനുസരിച്ച് നടക്കുള്ളൂ എന്ന് പറഞ്ഞു. നമുക്കൊന്നും പറയാനില്ല. അതേമാതിരി വേറൊരാൾ, എന്നാൽ ഞാൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊണ്ടുവരാമെന്നാണ് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന്. അയാൾ കൊണ്ടുവന്ന രേഖയൊക്കെ കുട്ടിക്ക് പ്രായം കൂടിയ രേഖ. അപ്പോൾ മുമ്പിലുള്ള ഇനി ഇതൊന്നും പറ്റില്ല, പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കൊണ്ടുവരണം. ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഞാൻ മുമ്പിൽ പോയി താമസിയാതെ തന്നെ പഞ്ചായത്ത് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. കുട്ടിക്ക് 11.5 വയസ്സായിട്ടില്ല. ഈ കുട്ടിയെ കണ്ടാൽ 13 വയസ്സ് ചുരുങ്ങിയത് എല്ലാ ആൾക്കും കാണാൻ കഴിയും. കണ്ണൂട്ടന്മാർക്കും തിരിയും. കുട്ടിയെ ഞാൻ തടവി നോക്കിയാൽ ഇവന് 13 വയസ്സായിട്ടുണ്ട്. അങ്ങനത്തെ കുട്ടിക്കാണ് 11.5 വയസ്സുള്ള സർട്ടിഫിക്കറ്റ് ഇട്ട് വന്നത്. അപ്പോൾ മൂപ്പരെ സ്വന്തക്കാരോ പഞ്ചായത്ത് ഓഫീസിലുണ്ട് കാര്യമായ ആൾക്കാർ, അവരെ കൊണ്ട് വ്യാജമായ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ വസ്തുതകൾ സാക്ഷാത്കരിക്കാൻ വസ്തുതാപരമായ രേഖകളാണ് സർട്ടിഫിക്കറ്റ് പറഞ്ഞത്. വ്യാജത്തിൽ അധിഷ്ഠിതമായ രേഖയാൽ സർട്ടിഫിക്കറ്റ് ആവില്ല, ഒരു വ്യാജരേഖ എന്നേ പറയുള്ളൂ. വ്യാജരേഖകൾ ഇപ്പോൾ PhDക്ക് അങ്ങാടി പോയ PhDൻ്റെ സർട്ടിഫിക്കറ്റ് ഇട്ടും, MAൻ്റെ സർട്ടിഫിക്കറ്റ് ഇട്ടും, അതുപോലെ ജാമിയത്തുൽ അസ്ഹറിൽ പോകാതെ അസ്ഹരി സർട്ടിഫിക്കറ്റ് ഇട്ടും നമ്മുടെ നാട്ടിലൊക്കെ. അങ്ങനെ പല വ്യാജങ്ങളും നടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദാറുൽ സ്ഥാപിച്ച നേതാക്കന്മാർ വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിങ്കൽ ഭരമേൽപ്പിച്ച് കാര്യങ്ങൾ തുടങ്ങിയതിനാൽ അതൊക്കെ വിജയിച്ചു വന്നു. ഈ പ്രായത്തിൽ ഈ 11.5 എന്ന് പറഞ്ഞാൽ അത് 10 വയസ്സ്, 10.15, 10.5 വയസ്സാവുന്ന കുട്ടി 5ാം ക്ലാസ് മദ്രസ പൂർത്തിയാക്കുമ്പോൾ സാമാന്യ രീതിയിൽ പിന്നെ ഒരു കൊല്ലൂടി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതാണ് 11.5. മാത്രമല്ല ഈ കുട്ടികൾ ഒരേ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രം അനുസരിച്ച് ഒരു ഏകദേശം ഒരു പ്രായം, ഒരേ പ്രായമായിരിക്കണം, ഏകദേശം തുല്യ പ്രായമായിരിക്കണം. അപ്പോൾ 10 വയസ്സായ ഒരു കുട്ടിയും 14 വയസ്സായ ഒരു കുട്ടിയും 1ാം ക്ലാസ്സിലിരുന്നാൽ അത് സുഗമമായി മുന്നോട്ട് പോകില്ല. അധ്യാപകന്മാർക്കും ഉസ്താദന്മാർക്കും മാലിന്യങ്ങൾക്കൊക്കെ അറിയാൻ അനുഭവം. ക്ലാസ്സിൽ അച്ചടക്കം കിട്ടൂല, വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാൻ കഴിയില്ല. 14 വയസ്സ് ആയാൽ എല്ലാവരെയും അടക്കി ഭരിക്കാൻ തുടങ്ങുന്നുള്ള പല പ്രശ്നമുണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രായപരിധി നിശ്ചയിച്ചത്. പിന്നെ സിലബസ് നിർമ്മാണം എന്ന് പറഞ്ഞാൽ അതും വലിയ ഒരു കടമ്പയായിരുന്നു. കാരണം ഒരു മാതൃക ഇല്ലല്ലോ നേരത്തെ. 2 വിദ്യാഭ്യാസവും ഉൾപ്പെടുത്തുകയും വേണം. സ്കൂളുകളിൽ പഠിപ്പിക്കപ്പെടുന്ന ഭൗതിക വിഷയങ്ങൾ, പള്ളി ദർസുകളിൽ, അറബി കോളേജുകളിൽ പഠിപ്പിക്കപ്പെടുന്ന മതകീയ, അറബി, നഹ്വ്, സർഫ്, ബലാഗ വിഷയങ്ങൾ തുടങ്ങിയതൊക്കെ ഒന്നിച്ച് ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ദാറുൽ ഹുദയുടെ നേതാക്കന്മാർ ആ കാര്യം ഉത്തരവാദപ്പെടുത്തുന്നത് തന്നെയാണ്. ആവശ്യമായ ആൾക്കാരൊക്കെ സഹായ സഹകരണത്തിനൊക്കെ വിളിക്കാൻ പറഞ്ഞുകൊണ്ട്. പക്ഷേ പലപ്പോഴും അങ്ങനത്തെ ആൾക്കാരെ സഹായ സഹകരണങ്ങൾക്ക് യഥാസമയത്ത് കിട്ടാതായപ്പോൾ പിന്നെ പലപ്പോഴും ഞാൻ തന്നെയാണ് ആ കാര്യം നിർവഹിച്ചത്. അതുകൊണ്ടുകൂടിയാണ് ഒറ്റയടിക്ക് സിലബസിന് രൂപം നൽകപ്പെടാതിരുന്നത്. പിന്നെ ഓരോ ക്ലാസ് പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള സിലബസ് അതിന് മുമ്പായിട്ട് തയ്യാറാക്കപ്പെടൽ ഫർദ് ഐനായല്ലോ, നിർബന്ധമായി. അങ്ങനെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പാഠ്യപദ്ധതികളൊക്കെ പരിശോധിച്ച്. മാത്രമല്ല ഒരു ആദ്യത്തെ ഒരു 5-6 കൊല്ലം പകുതി കാലം കൊണ്ട്, അഥവാ സെക്കൻഡറി പൂർത്തിയാകുമ്പോഴേക്ക് 5 കൊല്ലം സെക്കൻഡറിയും 2 കൊല്ലം ഹയർ സെക്കൻഡറിയാണ് ദാറുൽ ഹുദ സ്കീമിലുള്ളത്. ആ ഹയർ സെക്കൻഡറി പൂർത്തിയാകുമ്പോഴേക്ക് അവർക്ക് എല്ലാ വിഷയങ്ങളിലുമുള്ള ദൃഢമായ അടിത്തറയുണ്ടാകണമെന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. നഹ്വിലും സർഫിലും ബലാഗയിലും മാനയിലും ബദിയയിലും കർത്താവ് കർമ്മം ക്രിയ മലയാള വ്യാകരണത്തിലും ഇംഗ്ലീഷ് വ്യാകരണത്തിലും എല്ലാറ്റിലും. കാരണം അതിലൂടെയാണ് ഭാഷയിൽ ഒരു ദൃഢീകരണം വിദ്യാർത്ഥിക്ക് ലഭിക്കുക. അതില്ലാതെ എത്ര ഭാഷ പഠിച്ചാലും അത് സക്സസ് ആവില്ല, വിജയകരമാവുകയില്ല. ഈ നഗ്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ദാറുൽ ഹുദ വിദ്യാർത്ഥികൾക്ക് എല്ലാ എല്ലാ വിഷയങ്ങളുടെയും അടിത്തറ ദൃഢീകരിക്കാൻ തീരുമാനിച്ച് അതനുസരിച്ചുള്ള പാഠ്യപദ്ധതിക്കാണ് രൂപം നൽകപ്പെട്ടത്.
അപ്പം ഇങ്ങനെയുള്ളൊരു പാഠ്യപദ്ധതി അതിന് മാതൃക നേരത്തെ ഇല്ലാതിരുന്നത് കൊണ്ട് തയ്യാറാക്കുക എന്നത് ദുഷ്കരമായിരുന്നു. പക്ഷെ തയ്യാറാക്കൽ നിർബന്ധമായി, കാരണം നമ്മൾ ദാറുൽ തുടങ്ങിക്കഴിഞ്ഞല്ലോ. അങ്ങനെ സ്കൂളുകളിൽ നമ്മളെ കുട്ടികൾ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും ദാറുൽ പാഠ്യപദ്ധതിയിലുണ്ട്. കണക്ക്, സയൻസ്, സോഷ്യൽ സയൻസസ്, എക്കണോമിക്സ്, ജോഗ്രഫി, ഭൂമിശാസ്ത്രം, ഗോളശാസ്ത്രം, വാനശാസ്ത്രം, എന്തൊക്കെയാണോ സ്കൂളിൽ പഠിപ്പിക്കുന്നത് അതൊക്കെ ഇവിടെയുണ്ട്. വലദൈന മസീദ്, ചില വിഷയങ്ങൾ അധികവുമുണ്ട്. ഇപ്പോൾ ലോകചരിത്രം പഠിപ്പിക്കുന്നുണ്ട്, ഇസ്ലാമിക ചരിത്രം വേറെ പഠിപ്പിക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ ശ്രേണിയിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒന്നുകിൽ ലോകചരിത്രം പഠിക്കും, അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രം പഠിക്കും. ഇവൻ രണ്ടും പഠിക്കുന്നുണ്ട്. കാരണം ഇസ്ലാമിക പണ്ഡിതനാകാൻ പോണ ഒരാളാകുമ്പോൾ ഇസ്ലാമിക ചരിത്രം പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. അതേസമയത്ത് ലോകത്ത് ഇസ്ലാം വരുത്തിയ മാറ്റങ്ങൾ, സ്വാധീനം, മുസ്ലിമീങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്തുള്ള സ്വാധീനം, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ലോകചരിത്രത്തിൽ അവരുടെ ഭാഗധേയം അവൻ അറിഞ്ഞിരിക്കണം. അതിൻ്റെ പുറമെ ലോകചരിത്രം എന്ന നിലക്ക് തന്നെ ലോകത്ത് എന്തെല്ലാം നടക്കുന്നു, ആരെല്ലാം എന്തെല്ലാം പരിഷ്കരണങ്ങൾ നടപ്പാക്കി തുടങ്ങിയതും പഠിച്ചിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ കുറച്ച് അധികമായി സ്കൂളിലും കോളേജുകളും ഒക്കെ ഉള്ളതിനേക്കാൾ കുറച്ച് അധികമായി പഠിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളും ദാറുൽ ഹുദ സിലബസ് പരിശോധിച്ചാൽ കാണാൻ കഴിയും. പിന്നെ അറബി സിലബസിലേക്ക് തിരിഞ്ഞാൽ അവിടെ കുറേ കാലം മീസാൻ, അജനാസ്, സോറ, കുബറ, സഞ്ചാൻ, സർഫിലങ്ങനെ കിടന്ന് തിരിയും. അതിൽ കാര്യമായ പണി സഞ്ചാൻ ഓതുമ്പോൾ ഇമ്മാ തറയുന്ന, ലതുബിലവുന്ന, ലാ തഖ്ഷവുന്ന, ഇങ്ങനെയുള്ള ചില ലഫ്ദുകളുടെ അസില് പഠിക്കലാണ്. അതിന് ഈ കുട്ടി കുറേ അടി വാങ്ങും ഉസ്താദിൻ്റെ അടുത്ത്. കാരണം എന്താണ് ഞാനീ പറഞ്ഞതെന്ന് കുട്ടിക്ക് തിരിയില്ല. ഉസ്താദന്മാർക്കും ചിലപ്പോൾ മുഴുവൻ തിരിഞ്ഞിട്ടുണ്ടാവില്ല. അത് ഫെയിലുകളിലുള്ള ഏലാല്, അതാ ഫെയില് പഠിച്ചാൽ തിരിയണതാണ്. ഇപ്പോൾ അസറിന ബിഹീനൊക്കെ എന്ന് അല്ലാദിയാത്തിലുണ്ടല്ലോ. അസറ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ കുട്ടിക്ക് പറയാൻ കഴിയില്ല. നേരെ മറിച്ച് നഹ്വും സർഫും ശരിക്ക് പഠിച്ചാൽ അസാറ, അതിൻ്റെ മാതി ജമ്മുഅന്നസാണ് എന്ന് പറയുമ്പോൾ അസറിന ബിഹീനൊക്കെ. നമ്മൾ പലരോടും അങ്ങനെ ചോദിച്ചിട്ടുണ്ട് പലതും ഈ ഏലാലുള്ളത്. അത് സെർഫ് ശരിക്കും പഠിക്കുമ്പോൾ മനസ്സിലാവണം. ഇമ്മാ തറയിന്ന പറഞ്ഞാൽ തറയിന്ന എന്ന് പറഞ്ഞാൽ ലഫ്ദില്ല. സെർഫ് മീത മുഴുവൻ പരിശോധിച്ചാലും കാണുമല്ലോ. അപ്പോൾ ഈ ഏലാലുള്ളതാണ് ആ ഫേല്. ഇല്ലത്തിൻ്റെ അർഫുകളുണ്ട്. അപ്പോൾ തെർഅീന, തഫ്അലീന, പെണ്ണിനോടാണ് സംഭാഷണം. അപ്പോൾ തഫ്അലീന എന്നാണ്. പിന്നെ അങ്ങനെ മാറി വന്ന് തറയിന്ന എന്നായി. ലത്തുലവന്യ അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന് അതിൽ കുറേ കിടന്ന് തിരിയാന്നല്ലാതെ എൻ്റെ സ്വന്തം അനുഭവമാണത്. ഈ 3 ലഫ്ദുകളിൽ ഞാൻ കുറേ അടി വാങ്ങിയിട്ടുണ്ട് എൻ്റെ ഉസ്താദിൻ്റെ അടുത്ത്. ഉസ്താദ് അങ്ങനെ കുറേ ചൊല്ലിത്തരും. വാവർഫ് ദഈഫ്, യാർഫ് ദഈഫ്, ലമ്മത്ത്, ഹർക്കത്ത് ലമ്മത്ത് കവി, അങ്ങനെ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി തിരിമറി നടത്തിയെന്നൊക്കെ. ഈ കുട്ടിക്ക് തിരിയാനായിട്ടില്ല. അവൻ സഞ്ചാനിലേക്ക് കടന്നിട്ടുള്ളൂ. അവൻ ഏലാലിൻ്റെ ബാബിലേക്ക് കടക്കണം. അപ്പോഴേ അവനത് തിരിയുള്ളൂ. എന്നിട്ടത് ബോർഡ് മേലൊക്കെ എഴുതി കൊടുത്തിട്ട് തുബില ഊന എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ വാവ് പോയതും നൂന് ശബ്ദ് വന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയതൊക്കെ കുട്ടിക്ക് ബോർഡിൽ രേഖപ്പെടുത്തി മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ അവന് തിരിയും. ഞാൻ പറഞ്ഞു വന്നത് ഈ സഞ്ചാൻ വരെ പഠിച്ചു സർഫ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഖത്തർനദ വരെ നഹ്വ് പഠിച്ചു. അവസാനം ഞാൻ ഷഹബാനിൽ ദർസ് നിർത്തി ഇത്ര മണിക്ക് ഞാൻ എൻ്റെ വീട്ടിലെത്തിയെന്ന് അറബിയിൽ ഒരു ജുംല പറയാൻ കഴിയില്ല. അവന് ഷഹബാൻ 15-ന് അല്ലെങ്കിൽ ഷഹബാൻ 8-ന് ദർസ് നിർത്തിയിട്ട് രാവിലെ അവിടെ ദർസിൽ നിന്ന് പോന്നിട്ട് വൈകുന്നേരം ഞാൻ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ കയറിയിട്ട് വൈകുന്നേരം 5 മണിക്ക് എൻ്റെ വീട്ടിലെത്തി എന്ന് പറയാൻ കഴിയില്ല. ഇതിനകം തുറവും മുഴുവൻ പഠിച്ചു. കാരണം അത് പ്രയോഗവൽക്കരിക്കണം. ഭാഷകൾ ഏത് ഭാഷ പഠിക്കുമ്പോഴും അങ്ങനെയാണ് വേണ്ടത്. അപ്പോഴേ ആ ഭാഷ പ്രയോഗിക്കാൻ കഴിയുള്ളൂ. എന്നല്ലാതെ ഇബ്നു മാലിക്കിൻ്റെ അൽഫിയും അതിൻ്റെ ഷറഹ്, എല്ലാ ഷറഹുകളും ഒക്കെ മുത്താല ചെയ്ത് അതിൽ വിദഗ്ധനായാലും ഒരു ജുംല ഉണ്ടാക്കാൻ കഴിയില്ല. ഭാഷ പഠിക്കുമ്പോൾ ഭാഷ പ്രയോഗിക്കണം. അതിനാണ് ജുംല ഉണ്ടാക്കുക എന്ന് പറയാം. പഴയ ഭാഷയിൽ ജുംല ഉണ്ടാക്കുക എന്നാൽ ഭാഷ പ്രയോഗിക്കുക. അപ്പോൾ അങ്ങനെ പഠിച്ചെങ്കിലേ ഭാഷകൾ പ്രയോഗവൽക്കരിക്കാൻ കഴിയൂ എന്ന നഗ്ന യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടക്കാതെ ആ വസ്തുതകൾ അംഗീകരിച്ചുകൊണ്ട് അതിന് സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടാണ് ദാറുൽ ഹുദ പാഠ്യപദ്ധതി ആവിഷ്കരിച്ചത്. അപ്പോൾ 7 കൊല്ലമാണ് സെക്കൻഡറി എന്ന് പറഞ്ഞല്ലോ. 1 മുതൽ 6 വരെ ക്ലാസ്സുകളിൽ നഹ്വുൽ വാദിഹ് പഠിക്കാൻ ദാറുൽ ഹുദ കർശനമായ വ്യവസ്ഥ ചെയ്തു. ഇബ്തിദായി 3 ഭാഗം, 1, 2, 3 കൊല്ലങ്ങളിൽ അപ്പോൾ പഠിക്കും. സാനവി 3 ഭാഗം, 4, 5, 6 കൊല്ലങ്ങളിൽ അത് പഠിക്കും. അതിൻ്റെ തംരീന് പരമാവധി ചെയ്തുകൊണ്ട് പരിശീലിക്കും. ജുംലകൾ ഉണ്ടാക്കി പരിശീലിക്കും. സംഭാഷണം നടത്തി പരിശീലിക്കും. അറബിയിൽ പ്രസംഗിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അറബിയിൽ പ്രസംഗം പരിശീലിപ്പിക്കും. ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടാണ് ദാറുൽ ഹുദ വിദ്യാർത്ഥികളെ സജ്ജരാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നഹ്വുൽ വാദിഹിലൂടെ അതിൻ്റെ കൂടെ ഖത്തർനദ, നഹ്വിൻ്റെ ഇത്തവക്ക് അതും പഠിക്കുന്നുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗങ്ങൾ. അൽഫിയ പഠിക്കുന്നുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗങ്ങൾ. അങ്ങനെ നഹ്വിൽ അവർ വളരെ നല്ല പ്രായോഗികമായ ഒരവസ്ഥ അവർക്ക് കൈവരുന്നു. അപ്പോൾ അങ്ങനെ അറബി ഇപ്പോൾ ഉദാഹരണം പറഞ്ഞതാണ്. ഇംഗ്ലീഷും അങ്ങനെ തന്നെ, മലയാളവും അങ്ങനെ തന്നെ. മലയാളം നമ്മളെ ഭാഷയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കുകയാണ്. മലയാളം ലെവനെന്ത് പഠിക്കാനാണ്. അപ്പോൾ മലയാളം പഠിക്കാത്തതിൻ്റെ ഗുണം സ്റ്റേജുകളിൽ സംസാരിക്കുന്ന ആളുകളിലൂടെ വരെ പ്രകടമാകാറുണ്ട്. കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം പലർക്കും അറിയില്ലത്. ഉസ്താദിൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തപ്പെടുന്നത് ഇന്ന ആളാന്ന് പറയും. അധ്യക്ഷൻ ഡൽഹിയിൽ നിന്ന് വന്ന ആളാണ്, ജുമാ മസ്ജിദ് ഇമാമാണ്.
അപ്പോൾ അധ്യക്ഷൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തപ്പെടുന്നത് സോ ആൻഡ് സോ ആണെന്നാണ് പറയുക, അനൗൺസ് ചെയ്യുക. അധ്യക്ഷൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തപ്പെടില്ല, ഒരാളവിടെ ഉണ്ടെങ്കിൽ അയാൾ പരിഭാഷപ്പെടുത്തുകയാണ് ചെയ്യുക. അപ്പോൾ ഈ പെടലിൽ പെട്ടുപോകണം. പല ആളുകളും അങ്ങനെ പെടലുണ്ട്. അതായത് ഫായിലും നായു ഫായിലും പറഞ്ഞ വ്യത്യാസം ഉണ്ടല്ലോ, പുഴയില പറയുന്ന വ്യത്യാസം, ഫായല പറയുന്ന വ്യത്യാസം, മാനയിൽ വ്യത്യാസമുണ്ട്. മലയാളത്തിലും അതുണ്ട്. അതുപോലെ മലയാളത്തിൽ വ്യാകരണ നിയമങ്ങൾ കുറേ ഉണ്ട്. പലരും നമ്മളെ കൂട്ടത്തിൽപ്പെട്ട പല ആൾക്കാരും അത് പാലിക്കപ്പെടാറില്ല എന്ന് അവർ പറയാം. അപ്പോൾ മലയാളത്തിൽ, ഇംഗ്ലീഷിലും അങ്ങനെ തന്നെ. ഇംഗ്ലീഷിൽ പാർട്ട് ഓഫ് സ്പീച്ച്, അതുപോലെ അനുബന്ധമായ അനിവാര്യമായ വ്യാകരണ നിയമങ്ങൾ പഠിച്ചെങ്കിലേ ഇംഗ്ലീഷ് പ്രയോഗിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ സംസാരിക്കാൻ തുടങ്ങിയ ആൾക്കാർ പിരിഞ്ഞു പോകാൻ തുടങ്ങും. ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ ഗ്രാമർ പഠിച്ച് പരിശീലിച്ചിട്ടില്ലെങ്കിൽ. അതേപോലെ തന്നെ ഈ അറബി പാഠ്യപദ്ധതിയിൽ, പള്ളിദർസ് പാഠ്യപദ്ധതിയിൽ ഇല്ലാതിരുന്ന ചില വിഷയങ്ങളും നേരത്തെ പറഞ്ഞല്ലോ, വലദൈന മസീദ്. ഉദാഹരണം അറൂൽ ഖവാഫി. ദാറുൽ ഹുദ സിലബസിൽ അറൂൽ ഖവാഫി ഉണ്ട്. പദ്യശാസ്ത്രം അല്ലെങ്കിൽ പദ്യവുമായി ബന്ധപ്പെട്ട ബഹറുകൾ, ആ ബഹറിൻ്റെ സ്വഭാവം, ഈണം. നമ്മളെ മലയാളത്തിലെ പാട്ടിനൊക്കെ രീതി എന്ന് പറയുന്നുണ്ട്. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി. അപ്പോൾ രീതി കായലരികത്ത്, അത് പാട്ടിൻ്റെ രംഗത്ത് പരിജ്ഞരായ ആളുകൾക്ക് അറിയാം. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ പാടിയാൽ ഈ പാട്ട് ഓക്കെ ആവും. ഇങ്ങനെ അറബിയിൽ 16 ബഹറുകളുണ്ട്. ആ ബഹറുകൾ പഠിച്ചു വെച്ചെങ്കിൽ അറബി കാവ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് ഏത് ബഹറനുസരിച്ചാണ് എന്ന് കാണാൻ കഴിയുള്ളൂ, മനസ്സിലാക്കാൻ കഴിയുള്ളൂ, അതിൻ്റെ ഗുണദോഷങ്ങൾ വിലയിരുത്താൻ കഴിയുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് അറൂൽ ഖവാഫി ദാറുൽ ഹുദയുടെ സിലബസിലിട്ട് കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല വിഷയങ്ങളും അങ്ങനെ അഡീഷനായിട്ട് പഠിപ്പിക്കപ്പെടുന്ന ഒരു പാഠ്യപദ്ധതിയാണ് ദാറുൽ ഹുദയുടെ. അപ്പോൾ അൽഹംദുലില്ലാഹ് അങ്ങനെയുള്ളൊരു പാഠ്യപദ്ധതിയിലൂടെ മാത്രമല്ല, അത് കാലാനുഗതമായി അനുസൃതമായി പരിഷ്കരണത്തിനും പരിവർത്തനത്തിനും വിധേയമാകുന്നൊരു പാഠ്യപദ്ധതി ആകുമ്പോഴേ വിദ്യാഭ്യാസ ലോകത്ത് ആ പാഠ്യപദ്ധതിക്ക് നിലനിൽപ്പുണ്ടാവുള്ളൂ. ആ രീതിയിലാണ് ദാറുൽ ഹുദ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോട് പിന്നെ ദഹനക്കേട് കാണിച്ചിട്ടോ അസൂയ കാണിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പണ്ട് പറഞ്ഞില്ല. ഇപ്പോൾ കഷണ്ടിക്ക് മരുന്നായിട്ടുണ്ട്, അസൂയക്ക് മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ദാറുൽ ഹുദയെ അങ്ങനെ കാണുന്നവർ ഇന്നും ചില ആൾക്കാരൊക്കെ ഉണ്ട്. അത് അവർക്ക് നഷ്ടമാണെന്നുള്ളൂ, അവർക്ക് സ്വയം വളരാൻ കഴിയില്ല. ദാറുൽ ഹുദയുടെ വളർച്ച തടയാൻ അവർക്ക് കഴിയില്ല. അസൂയാലുക്കളുടെ അവസ്ഥ അങ്ങനെ വരിക. അതുകൊണ്ട് അസൂയാലുക്കളൊക്കെ അങ്ങനെ നേരെ വഴിക്കൊണ്ട് വരൽ നല്ലതാണ്. ദാറുൽ ഹുദ എന്താണ് സമൂഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് ദാറുൽ ഹുദയുടെ സന്തതികൾ ഉമ്മത്തിന് വൈജ്ഞാനികമായി സാംസ്കാരികമായി കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ദാറുൽ ഹുദയുടെ സഹകാരികളാവുക, സഹായികളാവുക, ദുആ ചെയ്യുക. പടച്ചോൻ തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും. അക്കൂട്ടത്തിൽ ശ്രദ്ധേയമായൊരു സംരംഭമാണ് മാനിപ്പാടത്തിൻ്റെ കിഴക്കേ ഭാഗത്ത് തൽപര കക്ഷികൾ ഒരു സമ്മേളനം സംഘടിപ്പിച്ചു. അതിൽ പ്രസംഗിച്ച ഒരാൾ ഒരു ഔലിയ പരിവേഷമുള്ള ഒരാളായിരുന്നു. ചെമ്മാട് പരിസരത്തൊക്കെ താമസിക്കുന്ന ഒരാൾ തന്നെയാണ്. പണ്ഡിതനായും സൂഫിയായും ഔലിയായിട്ടൊക്കെ പരിചയപ്പെടുത്തപ്പെട്ടിരുന്ന ആളാണ്. അദ്ദേഹം അന്ന് അവിടെ പ്രസംഗിച്ചു, ദാറുൽ ഹുദ ഒരു മതസ്ഥാപനമല്ല, ദീനീ സ്ഥാപനമല്ല, കാരണം അവിടെ ഇംഗ്ലീഷും കണക്കൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് കാരണം പറഞ്ഞു. ദാറുൽ ഹുദ പാഠ്യപദ്ധതിയിൽ ഇംഗ്ലീഷ് ഉൾപ്പെടുത്തപ്പെട്ടത് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് പഠിച്ചിട്ട് ആംഗലേയ രാജ്യങ്ങളിൽ, ഇംഗ്ലീഷ് സംസാരിക്കപ്പെടുന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ വശമുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്തപ്പെടാൻ വേണ്ടിയാണ്. ദീനീയ ഇൽമ് പറഞ്ഞാൽ ദീനിൻ്റെ പുരോഗതി ലക്ഷ്യം വെച്ച് അതിൻ്റെ പദ്ധതികൾ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ സഹായകമാകാനാണ് ഒരാൾ ഇംഗ്ലീഷ് പഠിക്കുന്നതെങ്കിൽ അത് ദീനീ വിദ്യാഭ്യാസമായി. എന്നാൽ മറുവശത്ത് ഖുർആൻ തന്നെയാണ് ലോകമാന്യതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ പഠിക്കുന്നതെങ്കിൽ അത് ദീനീ വിദ്യാഭ്യാസമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സ്പഷ്ടമായി പഠിപ്പിച്ചിട്ടുണ്ട്.